2026 ഫിഫ ലോകകപ്പിനായുള്ള ശക്തമായ 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അർജന്റീന. പരിശീലകൻ ലയണൽ സ്കലോണി പ്രഖ്യാപിച്ച സ്ക്വാഡിൽ മുൻ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഒട്ടുമിക്ക താരങ്ങളും വീണ്ടും ഇടം പിടിച്ചു. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തുടർച്ചയായ 2ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ടീമിന്റെ പ്രധാന ആകർഷണം ഇതിഹാസ താരം ലിയോണൽ മെസ്സി തന്നെയാണ്. തന്റെ 6ാം ലോകകപ്പ് കളിക്കാനെത്തുന്ന മെസ്സി ഇപ്പോഴും അർജന്റീനയുടെ ഏറ്റവും വലിയ കരുത്തായി മുന്നിൽ നിൽക്കുകയാണ്. 2022 ലോകകപ്പിൽ ഫ്രാൻസിനെതിരായ ഫൈനലിൽ ഇരട്ട ഗോളുകൾ നേടി ടീമിനെ കിരീടത്തിലേക്ക് നയിച്ച മെസ്സി ഗോൾഡൻ ബോളും സ്വന്തമാക്കിയിരുന്നു. പരിചയസമ്പത്തും നേതൃഗുണവും ടീമിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. മുന്നേറ്റ നിരയിൽ യുവതാരം ജൂലിയൻ അൽവാരസും ലൗട്ടാറോ മാർട്ടിനസ് എന്നിവർ പ്രധാന സ്ട്രൈക്കർമാരാകും. ഇവർക്കൊപ്പം തിയാഗോ അൽമാഡ, നിക്കോളാസ് പാസ് എന്നിവരും ടീമിലുണ്ട്. എന്നാൽ പരിചയസമ്പന്നനായ പൗലോ ഡിബാലയ്ക്ക് ഇത്തവണ അവസരം ലഭിച്ചില്ല എന്നത് ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. മധ്യനിരയിൽ ലിയാൻഡ്രോ പാരഡസ്, റോഡ്രിഗോ ഡിപോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മക് അലിസ്റ്റർ, ജിയോവാനി ലോ സെൽസോ എന്നിവർ ഉൾപ്പെട്ട ശക്തമായ നിരയാണ് സ്കലോണി ഒരുക്കിയിരിക്കുന്നത്. യുവതാരം വാലന്റൈൻ ബാർക്കോയ്ക്കും ടീമിൽ ഇടം ലഭിച്ചു. ഇതേസമയം ഏറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഫ്രാങ്കോ മസ്റ്റാൻഡുവാനയെ ഒഴിവാക്കിയതും ശ്രദ്ധേയമായി. പ്രതിരോധ നിരയിൽ ക്രിസ്ത്യൻ റൊമേറോ, ഗോഡ്സാലോ മൊണ്ടിയേൽ, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളസ് ഒട്ടമെൻഡി എന്നിവർ ടീമിന്റെ കരുത്താകും. ഗോൾ വല കാക്കാൻ എമിലിയാനോ മാർട്ടിനസ് വീണ്ടും പ്രധാന ചുമതല വഹിക്കും. കൂടാതെ ജെറോഡിമോ റുള്ളി, ജുവാൻ മുസോ എന്നിവരും ഗോൾ കീപ്പർമാരെ ടീമിലുണ്ട്. എന്നാൽ മെസ്സിയുടെയും എമിലിയാനോ മാർട്ടിനസിന്റെയും ചെറിയ പരുക്കുകൾ ടീമിന് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീനയുടെ സ്ഥാനം. അൾജീരിയ, ഓസ്ട്രേലിയ, ജോർദാൻ എന്നീ ടീമുകളാണ് ഗ്രൂപ്പിലെ എതിരാളികൾ. ടീമിന്റെ പ്രഖ്യാപനത്തോടെ ആരാധകരുടെ പ്രതീക്ഷയും ആവേശവും ഉയർന്നിരിക്കുകയാണ്. IPL നിരാശാജനകമായ സീസണിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസ് ടീമിന് വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ച് നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ ഭാവിയെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ഹാർദിക്കിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം സീസൺ അവസാനിച്ചതിന് പിന്നാലെ ടീം ക്യാമ്പിൽ ഇത് സംബന്ധിച്ച് നിർണായക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയിരിക്കുന്നതാണ്. 5 തവണ ചാമ്പ്യന്മാരായ ടീം ഇത്തവണ പ്ലേ ഓഫ് പോലും കാണാതെയാണ് മടങ്ങിയത്. 14 മത്സരങ്ങളിൽ നിന്ന് 4 ജയങ്ങൾ മാത്രം നേടിയ ടീം വെറും 8 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് സീസൺ അവസാനിപ്പിച്ചത്. സീസണിലുടനീളം ടീമിന്റെ പ്രകടനത്തിൽ സ്ഥിരതയില്ലായ്മ വ്യക്തമായിരുന്നു. ബാറ്റിംഗിലും ബൌളിംഗിലും പ്രതീക്ഷിച്ച നിലവാരം കൈവരിക്കാൻ ടീമിന് സാധിച്ചില്ല. നായകൻ എന്ന നിലയിലും താരമെന്ന നിലയിലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ സീസൺ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. 8 ഇന്നിംഗ്സുകളിൽ നിന്ന് 146 റൺസ് മാത്രമാണ് താരം നേടിയത്. ബൌളിംഗിൽ 3 വിക്കറ്റുകൾ മാത്രമാണ് സ്വന്തമാക്കാനായത്. ഓൾറൗണ്ടർ എന്ന നിലയിൽ ടീമിന് നിർണായക സംഭാവന നൽകാൻ സാധിക്കാതിരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെച്ചു. സീസണിലുടനീളം ആരാധകരുടെയും ക്രിക്കറ്റ് വിദഗ്ധരുടെയും വിമർശനം ഹാർദിക്കിനെതിരെ ശക്തമായിരുന്നു. ടീമിനകത്തും ചില അസ്വസ്ഥതകൾ നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. താരങ്ങൾ പരിശീലക സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. മുതിർന്ന താരങ്ങൾക്ക് പോലും നൽകിയ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ ടീമിന്റെ ഡ്രസ്സിംഗ് റൂം അന്തരീക്ഷത്തെക്കുറിച്ചും ചർച്ചകൾ ശക്തമായിരിക്കുകയാണ്. നായക സ്ഥാനത്തിന് പുറമെ ഹാർദിക്കിന്റെ ആദ്യ 11-ലെ സ്ഥാനവും ഇനി ഉറപ്പില്ലെന്നാണ് സൂചനകൾ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ താരങ്ങളുടെ വ്യക്തിഗത പ്രകടനങ്ങളും ടീമിന്റെ ആകെ സമീപനവും വിശദമായി വിലയിരുത്താനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ചില പ്രമുഖ താരങ്ങളെ ഒഴിവാക്കുകയും പുതിയ താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുകയും ചെയ്യുന്ന വലിയ മാറ്റങ്ങൾ ടീമിൽ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്.